കർഷകരുടെ കൂട്ടായ്മയിൽ വിളവിറക്കിയ നെൽകൃഷിയിൽ വിളഞ്ഞത് 100 മേനി. വടയാർ പൊന്നുരുക്കുംപാറ പാടശേഖരത്തിലെ 124 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ 95 കർഷകർ ചേർന്നാണ് വിളവിറക്കിയത്. പുഞ്ചകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം പാടശേഖര സമിതി പ്രസിഡന്റ് സ്കറിയ ആന്റണി ഉദ്ഘാടനം ചെയ്തു. പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വടയാർ മേഖലയിലെ പാടശേഖരങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണ് പൊന്നുരുക്കുംപാറ നെല്ലുൽപാദക സമിതിയുടെ ഈ ബ്ലോക്ക്. ഈ ബ്ലോക്ക് 124 ഏക്കർ സ്ഥലം വിസ്തീർണവും അതുപോലെ തന്നെ ഏകദേശം 84 കർഷകരുമാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. ഈ കർഷകരുടെ ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് ഈ പാടശേഖര സമിതിയും ഇവിടുത്തെ വിളവെടുപ്പുമൊക്കെ വളരെ ഭംഗിയാക്കാൻ സാധിച്ചത് എന്നുള്ളത്. ഒരു കൂട്ടുകൃഷിയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ കർഷകരും മെയ്യോട് മെയ് ചേർന്ന് കൃഷിഭവന്റെ നിർദ്ദേശാനുസരണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാർഗദർശിയായി സഹായം ചെയ്യുന്ന പുഞ്ച സ്പെഷ്യൽ ഓഫീസർ അങ്ങനെ ഞങ്ങളുടെ നെല്ലെല്ലാം സംഭരിച്ച് യഥാസമയം ഞങ്ങൾക്ക് അതിൻ്റെ വില കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും ആ ഒരു സഹകരണവും എല്ലാവരുടെയും ആ ഒരു പ്രോത്സാഹനവും കൊണ്ടാണ് ഈ പൊന്നുരുക്കുംപാറ പാടശേഖര സമിതിയുടെ ഈ കൃഷി ഞങ്ങൾ വളരെ വിജയകരമായിട്ട് നടക്കുന്നത്. വടയാർ മേഖലയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എല്ലാ വർഷവും ആദ്യത്തെ പ്രാവശ്യം തന്നെ പൊന്നുരുക്കുംപാറ പാടശേഖര സമിതിയുടെ വിത നടത്തുവാനും അതുപോലെ തന്നെ വിളവെടുപ്പ് നടത്തുവാനും ഇവിടെ നിന്ന് നെല്ല് സിവിൽ സപ്ലൈസിന് കയറ്റിവിട്ട് കർഷകർക്ക് യഥാസമയം അവരുടെ വില അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാനും ഞങ്ങളുടെ ഭരണസമിതിക്ക് ഒറ്റക്കെട്ടായിട്ട് അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സെക്രട്ടറി PC പ്രസാദ്, കമ്മിറ്റി അംഗങ്ങളായ സനൽ പാറേത്തറ, മേഴ്സി ഈച്ചറവീട്ടിൽ, സനൽകുമാർ മുറിയാറ്റ്, ഉഷ ഹരികുമാർ, രാജു പഴമ്പെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. കൂട്ടുകൃഷി വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പൊന്നുരുക്കുംപാറ പാടശേഖര നെല്ലുൽപാദക സമിതിയാണ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് കൃഷി നടത്തുന്നത്.